നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. കാളയാറോട് നേർച്ചയുടെ ആഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവജന കമ്മിറ്റികളുടെ നേർച്ചകളെല്ലാം വരവ് തുടങ്ങി. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കാളയാറോട് തന്നെയുള്ള ഒരു കാരണവരാണ്. കാരണവർ എന്നൊക്കെ പറയാല്ലേ, വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. 65 വയസ്സുള്ള പേരും വീട്ടുപേരൊക്കെ ഒന്ന് സ്ഥലം നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പറമ്പിൽ കോയക്കുട്ടി മകൻ ഏന്തിൻ എന്ന സൈനുദ്ദീൻ വാപ്പയായിട്ടാണ് വഖഫ് ചെയ്തതൊക്കെ. 69 കമ്മിറ്റി സ്ഥാപിച്ചതും വാപ്പയാണ്. കേരള വഖഫ് ബോർഡിലാണ് റൈസ് ചെയ്തത്. കമ്മിറ്റി സ്ഥാപിച്ച റൈസ് ഓഫീസ് മുഖാന്തരമാണ്. അവിടെ നിന്ന് കാലങ്ങൾ കഴിയുമ്പോൾ ദുർഭരണം വരുമ്പോൾ അതൊക്കെ മാറ്റും. ഖാദി ഭരണം നടത്തിച്ചൊക്കെ വല്യാപ്പാരായിട്ടാണ്. 1999 ഖാദി ഭരണം. 2 കരാറുണ്ട്. 1104. അങ്ങനെ ആ കരാർ പ്രകാരം ഖാദിമാരെ ഒഴിപ്പിച്ച് കമ്മിറ്റി സ്ഥാപിച്ചത് 69. ഇപ്പോൾ 2008 പുതിയ കമ്മിറ്റിക്ക് ജനാധിപത്യ ബാലറ്റ് പേപ്പറോട് തിരഞ്ഞെടുപ്പ് മേടിച്ചതും ഞാൻ തന്നെയാണ്. കേരള വഖഫ് ബോർഡിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം അല്ലേ. ഇവിടെ കമ്മിറ്റി സ്ഥാപിച്ചു 2 വർഷമാക്കി കുറച്ചു. മറ്റേത് 2009 പുതിയ കമ്മിറ്റിക്ക് 2 വർഷമാക്കി കുറച്ചത് ഈ ജനാധിപത്യ ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പ് കൊണ്ടുവന്നതും ഞാൻ മുഖാന്തരമാണ്. ഈ പണ്ടത്തെ ആഘോഷം ഇപ്പോഴത്തെ ആഘോഷമൊക്കെ ഒന്ന് വിലയിരുത്തുമ്പോഴോ എന്താണ് പറയുക? വിലയിരുത്തുമ്പോൾ പണ്ടത്തെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. അത് ഭക്തിഗാനങ്ങളായിരുന്നു. ബുർദ ബൈത്തൊക്കെ ചൊല്ലിയിട്ടാണ് റസൂലുള്ളാൻ്റെ മദ്ഹ്, മഹാന്മാരുടെ മദ്ഹൊക്കെ ചൊല്ലിയിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ അതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പല ഗാനങ്ങളും ആലപിക്കലുണ്ട്. അപ്പോൾ അതിന് മതമൈത്രിയുടെ ഒരു ആഘോഷമായിട്ട് നാട് മൊത്തം അത് ഏറ്റെടുത്തു എന്നുള്ളത് അതിന് സംശയമില്ല. ഇവിടെ ജനാധിപത്യ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മതേതരത്വ അടിസ്ഥാനത്തിൽ ഇവിടെ നാനാജാതി മതസ്ഥരും, അത് രാഷ്ട്രീയ കക്ഷ്യ മതങ്ങളൊന്നും അതൊക്കെ അപ്പുറം മനുഷ്യത്വം. അത് പ്രകാരമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അന്നദാനത്തിലാണ്, നേർച്ചകളായാലും ഒക്കെ മുൻപന്തിയിൽ ഹൈന്ദവരാണ്. കച്ചവടത്തിൽ കിടക്കുകയാണ്. എന്തൊക്കെ എങ്ങനെയൊക്കെ കച്ചവടത്തിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമല്ല. ഇവിടുത്തെ നേർച്ചകൾ നടത്തേണ്ട കാര്യങ്ങൾക്കുള്ള സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥാപനങ്ങളെല്ലാം. അതിൽ ജാറ മൂടുക, പട്ടി വിരിക്കുക, മുട്ടറക്കുക എന്നൊക്കെ പറയും. പല നേർച്ചകളുണ്ട്. അന്നദാനാണ് അതിൽ മെയിനായിട്ട് ചെയ്യുന്നത്. കാര്യവിജയത്തിൻ്റെ ശേഷം അതിൻ്റെ തുടക്കത്തിലാണ് ഈ പട്ടി വിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ചീരണിയായിട്ട് കൊടുക്കുന്നത് ഈത്തപ്പഴം, എണ്ണയും തേനും. ഷെയ്ഖിൻ്റെ മരുന്ന് തേനാണ്. അപ്പോൾ വളക്കെണ്ണ എന്ന് പറയുന്നത് ഈ എണ്ണയൊക്കെ അവിടെ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തിരിച്ചു തരും. കൊടുത്തവർക്കൊക്കെ അത് തിരിച്ചു തരും. ഇനി മേടിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ നിന്ന് തരും. അതുപോലെ ചീരിന് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ്. തങ്ങളുടെ ഇഷ്ടഭക്ഷണവും ഈത്തപ്പഴമാണ്. ബഗ്ദാദിൽ നിന്നാണ് തങ്ങളുടെ പുറപ്പാട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴി ഇന്ത്യയിൽ വന്നു. ഒറ്റയ്ക്കായിട്ട് വന്ന ആളാണെന്നാണ് തലമുറകളായിട്ട് പറഞ്ഞു വരുന്ന പല മഹാത്മാക്കളും അതന്നെയാണ് ആവർത്തിക്കുന്നത്. രേഖകളിലും അങ്ങനെ തന്നെയാണ് തെളിയിക്കുന്നത്. അതിൻ്റെ രേഖകളൊക്കെ നമ്മൾ ചരിത്ര ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എല്ലാവരുടെയും സഹകരണത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. കമ്മിറ്റിക്കാണ് അതിൻ്റെ ഫുൾ ചാർജ്. ഇന്നിപ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു. 3 ദിവസമായിട്ട് അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആടായിട്ടും പോത്തായിട്ടും പല പച്ചക്കറിയായിട്ടും പല സദ്യകളും പലരും കൂടെ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം തിരക്ക് കുറവാണോ അതോ കൂടുതലാണോ? വർഷം തിരക്ക് കുറവാണ്. കാരണം 4 ഭാഗത്ത് ഇപ്പം നേർച്ചകൾ വേലകളൊക്കെ ആയിട്ട് വേറെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അറിയാന്ന് പറഞ്ഞാൽ കേട്ടറിവാണ്. അതിന് പറ്റിയ രേഖകളൊന്നും ഇല്ലല്ലോ. കൂട്ടത്തിൽ ഇവിടെ ചെനക്കത്തൂർ പൂരം എന്ന് പറയുന്ന ആ പൂരം എന്നാണെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമയം വരെ ഇപ്പോൾ തിരക്ക് കുറവാണ്. ഇവിടെ സംബന്ധിച്ചത് പറയാനും പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മറികടന്ന് ജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഇപ്പം എന്തായാലും ഉള്ള ആളുകൾ കുറവാണെങ്കിലും ആവേശം ഒരു കുറവുമില്ല. ആവേശം നല്ല പരകോടിയിൽ തന്നെയാണ് ഉള്ളത്. റൈറ്റ് വിഷൻ ചാനലിലൂടെ തത്സമയമായ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അടുത്ത ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദൃശ്യങ്ങളിൽ. ഹായ്, നമസ്കാരം. ഞാൻ കല്ലുവാണ്. ചേലക്കര തോണൂർക്കര AUPS 110 വർഷങ്ങളുടെ നിറവിലാണ്. 110ാം വാർഷികാഘോഷങ്ങൾ. ഗംഭീര പരിപാടികളാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫെബ്രുവരി 29 വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം.